நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേട്ടോ, ചത്തിട്ടില്ല. കൊല്ലാൻ കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്ന് ഞാനങ്ങ് രക്ഷപ്പെട്ടു. അവരെ പോലീസ് പിടിക്കുകയും ചെയ്തു. എന്താ ഇവിടെ ആർക്കെങ്കിലും സങ്കടം തോന്നുന്നുണ്ടോ? ഉണ്ടാവും, എനിക്കറിയാം. നിങ്ങളുടെ സങ്കടം മാറ്റാനാ ഞാൻ എവരെ കൂടെയും വിളിച്ചുകൊണ്ട് വന്നത്. സാറേ, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടങ്ങ് പറഞ്ഞു കൊടുത്താട്ടെ. എല്ലാരും അറിയട്ടെ എന്താണ് സംഭവിച്ചതെന്ന്. പ്രതികളെ ചോദ്യം ചെയ്തപ്പോ അവർ പറഞ്ഞത് ഈ വീട്ടിലുള്ള ഒരാളാണ് വിശ്വനാഥ മുതലാളിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന്. ആരാ സാറേ ചെയ്തത്? പേടിക്കണ്ട, ഏതായാലും താനല്ല. കാവേരി പരമേശ്വരൻ. എന്താ കാവേരി, നമുക്ക് പോവാം. അയ്യോ സർ, ഞാൻ പറയാനുള്ളതൊക്കെ നമുക്ക് സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. പോരാത്തതിന് ആ കൊട്ടേഷൻകാരുടെ മൊഴിയും. ചേച്ചി, കാവേരി ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ഇത് എവിടുത്തെ ന്യായോ സർ? ആരോ എന്തോന്ന് പറഞ്ഞു വെച്ച്? ആരോ എന്തോ പറഞ്ഞു എന്നോ? ഇവര് കൊട്ടേഷൻ കൊടുത്ത കൊട്ടേഷൻകാർ തന്നെയല്ലേ പറഞ്ഞത്? ആര് കൊട്ടേഷൻ കൊടുത്തു? നീ കണ്ടോ ചേച്ചി കൊട്ടേഷൻ കൊടുക്കുന്നത്? ചേട്ടാ, ഞാനെന്തിനാ കാണുന്നത്? സാറ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതല്ലേ? ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ. പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. ആ അതെ, ചിലപ്പോ വെടിവെപ്പ് പോലെ നടന്നു വരും. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മാഡം പ്ലീസ്, ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം. ദയവായി പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് പ്രതിയെ ചോദ്യം ചെയ്തേ പറ്റൂ. നിങ്ങൾ കോടതി പോയി ജാമ്യം എടുത്തോളൂ. ചേച്ചി കരയില്ലേ മക്കളെ? സത്യം ജയിക്കും. സത്യമേ ജയിക്കൂ. ചേച്ചി, പോലീസ് വണ്ടിയിലെ യാത്രയുടെ സുഖം നീയൊന്നറി. പോവാം. ആ ചേച്ചി,
കലക്കി ഏട്ടാ, കലക്കി കടുക് വറുത്ത്. ഇപ്പോഴാണ് വിശ്വനാഥൻ പഴയ മാണിക്യമംഗലത്ത് വിശ്വനാഥനായത്. കൊടുകൈ. ഹലോ, അതെ മോളെ, ചേച്ചി എന്തേ പറയുന്നേ? സത്യമാ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ചേച്ചി കരയതെ, നമുക്ക് വഴിയുണ്ടാക്കാം. ജനനി എന്തു പറഞ്ഞു ചേച്ചി? അവള് നോക്കിക്കോളുമല്ല. എന്നാലും ചേച്ചി, കാവേരി ചേച്ചിക്ക് ഈ ഗതി വന്നല്ലോ. വന്നതല്ലോ, വരുത്തിയതല്ലേ. വെറുതെ വിടരുത് ഒന്നിനെ. പെണ്ണുങ്ങൾക്ക് ചീത്ത പേരുണ്ടാക്കാൻ നാണല്ലേ നിനക്ക് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ? കൊന്നിട്ട് നീയൊക്കെ എങ്ങോട്ട് പോവാൻ? വിധവ എന്ന പേര് നേടി ഈ സമൂഹത്തിൽ വേണ്ടിട്ട് ജീവിക്കാൻ. എനിക്കൊന്നും അറിയില്ല, ഞാനല്ല. നീ അല്ലാഞ്ഞിട്ടാണ് അവന്മാര് നിന്റെ പേര് പറഞ്ഞത്. നിന്നെയൊന്നും തല്ലിയ പോരാ, ചെമ്പ് അമ്പ് പഴിപ്പിച്ച് നിന്നെ കാണിച്ചു തരാടി ഞാൻ. എന്താ വക്കീലെ ഈ വഴിയൊക്കെ? നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന കാവേരി പരമേശ്വരനെ കാണാൻ വന്നതാ. അയ്യോ സോറി, അവരെ ആരെയും കാണിക്കരുതെന്നാ മുകളിൽ നിന്നുള്ള ഉത്തരവ്. ഈ മുകളിൽ നിന്നെന്ന് പറയുമ്പോ ആരുടെയാ? ദൈവത്തിന്റെ ഉത്തരവാണോ? വക്കീല് വെറുതെ ഉടക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരെ കാണുന്ന കാര്യം ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. കേസേ വധശ്രമമാ. വധശ്രമല്ലേ? കൊലപാതകമൊന്നും അല്ലല്ലോ. ഈ വധശ്രമമാണല്ലോ കൊലപാതകമായി മാറുന്നത്. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ. വിക്ടിമെന്ന് സ്വയം പറയുന്ന ആള് മടങ്ങി വരികയും ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊന്നും എന്റെ വിഷയമല്ല. പിന്നെ എന്താണ് സാർ വിഷയം? ഡ്യൂട്ടി ചെയ്യണം, മുകളിൽ ഇരിക്കുന്നവരെ അനുസരിക്കണം. മുഖ്യമന്ത്രിയുടെ സർവീസ് മെഡലൊന്നും വാങ്ങിച്ചില്ലെങ്കിലും പേരുദോഷം ഉണ്ടാക്കാതെ റിട്ടയർ ചെയ്യണം. എന്താ ഇത്രയൊക്കെ ഏത് പോലീസുകാരനും ആഗ്രഹിച്ചൂടെ? വക്കീലിന്റെ പണി നോക്കിപ്പോ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ജാമ്യാപേക്ഷയില് സാറിന്റെ ഈ കൺഫെക്ഷൻ കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കോളാം. വിരോധമൊന്നുമില്ലല്ലോ?